നമസ്കാരം കുമാറെ. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ ആ സസ്പെൻസ്, കേരളം കാത്തിരുന്ന സസ്പെൻസുകൾക്ക് വിരാമമായിരിക്കുന്നു. പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഒടുവിൽ ചേലക്കര LDF-നും വയനാടും പാലക്കാടും UDF-നും പോയിരിക്കുന്നു. അവസാന ഒരു ഫലം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് കണക്കുകൂട്ടലുകൾ നടത്തും മുമ്പ് ഈ ഒരു 2-1 എന്ന് നമ്മൾ പറയും അല്ലേ? UDF ഒരെണ്ണവും LDF ഒരെണ്ണവും. ഈ 2-1 എങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കാണുന്നത്? അല്ല, 2-1 എന്ന ഒരു പോയിന്റ് ഇന്നലെ നമ്മുടെ നടന്ന ചർച്ചയിൽ നമ്മുടെ അതിഥിയായിരുന്ന ഗോപകുമാർ സാർ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിരുന്നു. അദ്ദേഹം പറഞ്ഞു പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരുന്നു, വയനാട്. പക്ഷേ ഇതിനെല്ലാം ഒരു മെലോഡ്രാമ ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു 500-600 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. പക്ഷെ അത് കടന്ന് 18,000-ലേക്ക് പോയി. ചേലക്കരയും അതുപോലെ തന്നെയാണ്, അവർ പ്രതീക്ഷിക്കാത്തതിലേക്ക് പോയി. വയനാടും അങ്ങനെ തന്നെ. ഈ ഒരു തെരഞ്ഞെടുപ്പ് സീസണിൽ, അതായത് ഉപതെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ സസ്പെൻസുകൾ നൽകിയിട്ടുള്ള ഒരു മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട്. തുടക്കം മുതൽ, അതായത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം, അതിന് ശേഷമുള്ള പ്രചരണ ദിനങ്ങൾ, ഏറ്റവും ഒടുവിൽ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് പോലും, അന്ന് രാവിലെ പോലും വലിയ സസ്പെൻസുകളും ട്വിസ്റ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സമ്മാനിച്ച മണ്ഡലമായിരുന്നു പാലക്കാട്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ ഫിനിഷ് വരുന്നു. അവസാന നിമിഷം വരെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു ഇത്. എന്നിരുന്നാലും ലാസ്റ്റ് സമയത്ത് കൃത്യമായ ഭൂരിപക്ഷത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം വരിക്കുന്നു. BJP-യുടെ ഒരു അമിത പ്രതീക്ഷ അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസമാണ് പാലക്കാട് നഷ്ടപ്പെടാൻ കാരണമെന്ന് ഇപ്പോൾ ഒറ്റവാക്കിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിരവധി പേർ പറയുന്നുണ്ട്. അതല്ല, BJP-ക്കുള്ളിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. സന്ദീപ് വാര്യർ ഫാക്ടറാണ് മറിച്ചടിച്ചതെന്നുള്ള ഒരു വാദമുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. സത്യത്തിൽ ഏതാണ്, നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ കൃത്യത അറിയാൻ പറ്റുമല്ലോ? എന്താണ് ഒരു കുമാറിന്റെ ഒരു നിരീക്ഷണം? ഏത് ഫാക്ടറാണ് BJP-ക്ക് അവിടെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത്? ഇല്ല, ആദ്യം തന്നെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം ഇന്നൊരു ഘട്ടത്തിലും ഉദ്വേഗജനകമായിരുന്നില്ല. അവസാന നിമിഷം വരെ ഒരു സസ്പെൻസും ഉണ്ടായിരുന്നില്ല. പാലക്കാട് നഗരസഭയാണ് ആദ്യത്തെ റൗണ്ടുകളിൽ എണ്ണിയത്. ആദ്യ റൗണ്ടുകൾ പാലക്കാട് നഗരസഭയുടേതാണ്. ആ ഏരിയയിൽ 4-5 റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ മേഖലയിൽ BJP-ക്ക് വളരെ നാമമാത്രമായ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞു. ആ നിമിഷം മുതൽ തന്നെ പാലക്കാട് BJP പിടിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം അത് ഈ 18,000-ലേക്ക് കടക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നതല്ല. കാരണം വളരെയധികം പിന്നോക്കം പോയില്ല. ഇന്നലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, BJP കണക്ക് കൂട്ടും പോലെ ഞങ്ങൾ നഗരസഭയിൽ വളരെയധികം പിന്നോക്കം പോവില്ല, മറിച്ച് മറ്റ് പഞ്ചായത്തുകളിലെല്ലാം കൃത്യമായ ലീഡ് നേടുകയും ചെയ്യും, അങ്ങനെ വിജയിക്കും. ആ ഒരു രീതി തന്നെയായിരുന്നു ഇന്ന് വന്നത്. BJP-ക്ക് ഏതെങ്കിലും രീതിയിൽ അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം BJP-ക്ക് എന്നും ഭയമുണ്ടായിരുന്നത് അവിടുത്തെ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ തന്നെയായിരുന്നു. 40,000-ഓളം വരുന്ന മുസ്ലിം വോട്ട് ബാങ്ക്, ആ വോട്ട് ബാങ്ക് ചിഹ്നിച്ചിതറാതെ നോക്കുക എന്നുള്ള ഒരൊറ്റ കർത്തവ്യം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് ഈ മണ്ഡലത്തിൻ്റെ മുക്കും മൂലയും ഓടിയെത്തണം, അവിടെ വോട്ടുറപ്പിക്കണം, ആൾക്കാരെ വോട്ടായി കൺവേർട്ട് ചെയ്യണം, മറ്റ് പാർട്ടികളിലേക്ക് വോട്ട് ചെയ്യാനിരിക്കുന്നവരെ കൺവേർട്ട് ചെയ്യണം, അവരെ മറ്റ് പല കാര്യങ്ങളും കൺവിൻസ് ചെയ്യിക്കണം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ BJP-യെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസിന് അത് വളരെയധികം എളുപ്പമായിരുന്നു. കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകളെ എന്ത് വില കൊടുത്തും അല്ലെങ്കിൽ എന്ത് അങ്ങോട്ട് വാഗ്ദാനം ചെയ്തും ആ വോട്ടുകളെ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഏക ദൗത്യമായിരുന്നത്. പിന്നീട് ബാക്കിയുള്ളത് വന്നുകൊള്ളും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. അല്ലാതെ സന്ദീപ് വാര്യർ ഫാക്റ്റ് ഒന്നുമല്ല. സന്ദീപ് വാര്യർ ഫാക്റ്റ് ആയിരുന്നുവെങ്കിൽ സന്ദീപ് വാര്യർ അകത്ത് നിന്നപ്പോൾ ഉള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും BJP വിജയിക്കണമല്ലോ. പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ എവിടെ പോയായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 43,000 വോട്ടുകളല്ലേ കിട്ടിയുള്ളൂ. 50,000-ൽ നിന്ന് 7,000 വോട്ട് കുറഞ്ഞു. അപ്പോൾ സന്ദീപ് വാര്യർ ഫാക്റ്റ് ഒന്നുമല്ല. സന്ദീപ് വാര്യർ ഫാക്റ്റ് എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. പക്ഷേ ഇവിടെ ആദ്യഘട്ടം മുതൽ BJP ശ്രമിച്ചത് അവിടെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാകാതിരിക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായാൽ അതിനിപ്പുറത്ത് അതിനാനുപാതികമായ ഹിന്ദു ക്രിസ്ത്യൻ വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക. പക്ഷെ ആ ഒരു സമവാക്യം സൃഷ്ടിക്കുന്നതിൽ BJP പരാജയപ്പെട്ടു. അത് കേരളത്തിന്റെ രാഷ്ട്രീയ
സമവാക്യത്തിൽ അത്ര എളുപ്പമല്ല. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം SDPIയുടെ ഒരു റോള് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 10,000 കടന്നപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ മുൻവശത്ത് നിന്നും ആരംഭിച്ച SDPയുടെ ഒരു പടുകൂറ്റൻ വിജയാഹ്ലാദ റാലി ഉണ്ടായിരുന്നു. മുഖ്യധാരാ ചാനലുകളൊക്കെ അതിന്റെ തത്സമയ സംപ്രേഷണം കാണിക്കുന്നുണ്ടായിരുന്നു, തത്സമയ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രകടനത്തിൽ അവർ വളരെ വ്യക്തമായി, അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ വളരെ വ്യക്തമാണ്. കാര്യം ഇത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് എന്നുള്ള രീതിയിൽ, ഇത് ഞങ്ങളൊന്ന് ഒരുമിച്ച് നിന്നാൽ ഇതാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ആഹ്ലാദം, അതാണ് അവരുടെ ആ ഒരു പ്രകടനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ശരിക്കും ഈ SDPI ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു സംഘടിക്കൽ അത് പാലക്കാട് കൃത്യമായി ഉണ്ടായി. അത് UDF അനുകൂലമായി എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇതിൽ ഏറ്റവും വലിയൊരു ഘടകമായി എടുത്തു പറയാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ. ഈ കോൺഗ്രസിന്റെ വിജയം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം എന്നതിലുപരി ഇത് ഷാഫി പറമ്പിലിന്റെ ഒരു വിജയമാണ്. കാര്യം ഷാഫി പറമ്പിൽ കൈവിട്ടിട്ട് പോയ മണ്ഡലം, അവിടുത്തെ ജനങ്ങൾ ഷാഫി പറമ്പിലിനെ പുറംകാല് ഉപയോഗിച്ച് തൊഴിച്ച് ഇതിന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ രാഷ്ട്രീയ മുന്നണികൾക്ക് അവർക്കുള്ള ഒരു മറുപടി കൂടിയായി മാറി ഇത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏക ഫാക്ടർ. UDFിന്റെ വിജയത്തിന്റെ പിന്നിലെ ഏക ഫാക്ടർ ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഇതിനെ SDPI എന്ന് പറഞ്ഞ് അതിനെ ലളിതവൽക്കരിക്കാൻ പാടില്ല എന്നാണ്. അത് പോപ്പുലർ ഫ്രണ്ടാണ്. പാലക്കാട് 2 BJP പ്രവർത്തകർ, മേലാമുറിയിൽ ശ്രീനിവാസനും അതുപോലെ തന്നെ സജിത്തും, ഈ 2 പേരുടെയും കൊലപാതകങ്ങൾക്ക് കാരണമായിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകര വിഭാഗമാണ്, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ്. അവർ അവിടെ ഉണ്ട്. സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കൊലയാളി സംഘം അവിടെ ഉണ്ട്. അവരിൽ ചിലർ അകത്തായിട്ടുണ്ടെങ്കിലും കൊലയാളി സംഘം അവിടെ ഉണ്ട്. അവരിൽ ആരെയെങ്കിലും തൊട്ടാൽ നിമിഷങ്ങൾ കൊണ്ട് തിരിച്ചടിക്കാൻ കഴിയുന്ന രീതിയിൽ അവരിപ്പോഴും പാലക്കാട് സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിന് അല്ലെങ്കിൽ ആ കൊലയാളി സംഘത്തിന് നേരിട്ട് കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്താൻ സാധിച്ചു എന്നാണ് BJP ആരോപിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ 2 ദിവസം മുമ്പ് ആരോപിച്ചത് എന്താണ്? ഈ കൊലയാളികളുടെ വീട്ടിലേക്ക് VD സതീശൻ പോയി, അവരുടെ എല്ലാവിധ ക്ഷേമകാര്യങ്ങളും അന്വേഷിച്ചു, അവർക്ക് ചില ഉറപ്പുകൾ കൊടുത്തു. ആ ഉറപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്നാണ്. തീർച്ചയായും ഇത് SDPI അല്ല, ഇത് പോപ്പുലർ ഫ്രണ്ടാണ്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് രാഹുൽ ഗാന്ധി നേരിട്ട് കേരളത്തിൽ ചില ഉറപ്പുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും വന്ന ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ആ പരീക്ഷണം ഇവർ ഇവിടെ പാലക്കാട് ആവർത്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ പാറ്റേണിൽ പോയത്. ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് BJPയെ തറ പറ്റിച്ചാൽ, അത് പാലക്കാട് തറ പറ്റിച്ചാലും ശരി, വേറെ എവിടെയെങ്കിലും തറ പറ്റിച്ചാലും ശരി, ഇനിയിപ്പോൾ കേന്ദ്ര ഭരണത്തിൽ നിന്ന് മാറ്റിയാലും ശരി, ഇതിനൊക്കെ ഒരു ദീർഘകാല പദ്ധതിയാണ്. പോപ്പുലർ ഫ്രണ്ട് എപ്പോഴും ദീർഘകാല പദ്ധതിയുള്ള ഒരു സംഘടനയാണ്. അവർക്ക് ഇന്നോ നാളെയോ നടക്കണമെന്നില്ല. നിങ്ങൾ ഇത് ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യൂ, ഇന്നല്ലെങ്കിൽ നാളെ മോദിയെ താഴെ ഇറക്കാം എന്നൊരു ഉറപ്പാണ് കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത്. അതിന് നിരന്തരമായി അവർ ആ ഒരു കോസിന് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ പണിയെടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെ ഒരു തീവ്രവാദ സംഘടനയുടെ മടിയിൽ അല്ലെങ്കിൽ കക്ഷത്തിലേക്ക് കോൺഗ്രസ് തലവെച്ച് കൊടുത്തിരിക്കുന്നു. അതിനകത്തൊരു ഒരു ബാഡ് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഭാവിയിൽ ഇവരുടെ പിന്തുണ ഇല്ലാതെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFിന് ഒരിടത്തും വിജയം സാധ്യമല്ല. ഒരു നിലനിൽപ്പ് തന്നെ, കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ഇവർക്ക് അടിമത്വം സ്ഥാപിച്ചുകൊണ്ടാവും എന്നുള്ളതായിരിക്കും. അതെ, അത് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ CPM ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മതവർഗീയ സംഘടനകളുമായി വലിയ ചങ്ങാത്തം ചേരുകയും ഈ അടുത്ത കാലത്തായി അവർ അതിൽ നിന്ന് അകലുകയും ചെയ്തു. P ജയരാജൻ പുസ്തകം എഴുതുന്നു, മറ്റുള്ളവർ തള്ളിപ്പറയുന്നു, മുസ്ലിം വർഗീയവാദികളെ മുഴുവൻ തള്ളിപ്പറയുന്നു. അങ്ങനെ ഒരു നിലപാടിലേക്ക് ഈ പറഞ്ഞ സംഘടനകൾക്കെല്ലാം ഒരു രാഷ്ട്രവിരുദ്ധതയാണ് അവരുടെ ഒരു മുഖമുദ്ര. അപ്പൊ ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾക്ക് അവർക്ക് ചേക്കേറാൻ ഒരു ചില്ലയാണ് ആവശ്യം. അത് LDFിലായാലും UDFിലായാലും അവർ ഭദ്രമാണെന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, ആദ്യം ഈ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ കൃത്യമായൊരു നിരീക്ഷണമായിരുന്നു. എന്ന് വെച്ചാൽ LDFിൽ ഒരു ഘട്ടത്തിൽ LDFിനെ അപ്പാടെ ചുവപ്പിനെ പച്ച വിഴുങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ അവരതിൽ നിന്ന് തിരിച്ചറിഞ്ഞ് ആ പച്ച വിട്ട് പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കോൺഗ്രസ് പാളയത്തിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. എന്തായാലും പാലക്കാട് വലിയ ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇനി ഉണ്ടാകുക എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി. അതുകൊണ്ടാണ് ഈ SDPയുടെ പ്രകടനം ഞാൻ എടുത്തു പറയാൻ കാരണം. അത് ഈ പറഞ്ഞത് SDP അല്ല, പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുമാറെ, ഈ LDFിന്റെ ക്രോസ് വോട്ടിംഗ്, അത് ഇപ്രാവശ്യം അവർ തന്ത്രപരമായി അത് ചെയ്തു എന്ന് വേണം കരുതാൻ. കാര്യം നഗരസഭയിൽ
ഒരു വലിയ കളി നടന്നിട്ടുണ്ട്. പാലക്കാട് നഗരസഭ നമുക്കറിയാം, എന്തൊക്കെ വന്നാലും BJP അടിയുറച്ചു വിശ്വസിച്ചിരുന്നത് പാലക്കാട് നഗരസഭയാണ്. അവിടെ തന്നെ കൽപ്പാത്തി BJPയുടെ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ടും അവിടെയാണ് വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുക? അല്ല, സംസ്ഥാന അധ്യക്ഷൻ എല്ലാ തോൽവിക്കും മറുപടി പറയണമെന്ന് പറയുന്ന വാശി പിടിക്കുന്നുണ്ട് പലരും. അത് ഈ അങ്ങനൊരു മറുപടി അവർ എന്താണ് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തോട്ടെ, ആ മറുപടി പുറത്തേക്ക് പറയാനുള്ളതല്ല. തീർച്ചയായിട്ടും നേതാക്കൾക്ക്, സംസ്ഥാന നേതാക്കൾക്ക്, കോർ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ അത്തരമൊരു മറുപടി ലഭിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ പൊതുമണ്ഡലത്തിൽ ഈ ഓരോ തോൽവിക്കും സംസ്ഥാന അധ്യക്ഷൻ മറുപടി പറയണം എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായ ഒരു ഇത് സംസ്ഥാന അധ്യക്ഷന്റെ മേൽനോട്ടത്തിൽ നേരിട്ട് അദ്ദേഹം തന്നെ ഇറങ്ങി നിന്ന് ചുക്കാൻ പിടിച്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു പാലക്കാട്. അല്ല, നമ്മൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് പോകരുത്. കാരണം നമ്മൾ ഈ ഘട്ടത്തിലൊക്കെ PP മുകുന്ദൻ എന്ന ഒരു നേതാവിനെ ഓർക്കുകയാണ്. കാരണം അദ്ദേഹത്തോട് പലരും ഇങ്ങനെ പരാതിയുമായി പോയിട്ടുണ്ട്. പണ്ട് മുതലേ ഇങ്ങനെയുള്ള A+ മണ്ഡലങ്ങളിൽ വിജയിക്കുമായിരുന്നു, പക്ഷെ വിജയിച്ചില്ല. എന്തുകൊണ്ടാണ് BJP മാത്രം കേരളത്തിൽ വിജയിക്കാത്തത്? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങൾ അദ്ദേഹം നേരിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് വളർച്ച എന്നത് അത് ക്രമാനുഗതമായി നേടേണ്ടതാണ്, അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിടരേണ്ട സംഭവമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പാലക്കാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് പോട്ടെ, നെയ്യാറ്റിൻകരയിലാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നു എന്നിരിക്കുക. അവിടെയും സംസ്ഥാന അധ്യക്ഷനായിരിക്കും നേരിട്ട്. ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ അദ്ദേഹത്തിന് സമയമുണ്ടാവുക, എല്ലാ സംസ്ഥാന ഘടകം നേരിട്ടായിരിക്കും അവിടെ വരിക. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കട്ടെ, വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കട്ടെ, അവിടെയും സംസ്ഥാന അധ്യക്ഷൻ്റെ നേരിട്ടുള്ള കൺട്രോളിങ്ങിലായിരിക്കും കാര്യങ്ങൾ പോവുക. അപ്പോൾ അങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്തു, അത് ഫ്ലോപ്പായിപ്പോയി എന്നല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ ആ രീതിയിലല്ല, BJP അനുഭാവികൾ ആ രീതിയിലുമല്ല കാണുന്നത്. പക്ഷേ ഇവിടെ LDFനെ സംബന്ധിച്ചിടത്തോളം ക്രോസ് വോട്ടിങ്ങിന് അവർക്ക് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു. ഒന്ന്, സ്ഥാനാർത്ഥി UDFന്റെ റിബലാണ്. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയെ നമ്മൾ സെലക്ട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് വരരുത്. കാരണം ക്രോസ് വോട്ടിംഗ് ചെയ്ത് വോട്ടിംഗ് കുറഞ്ഞാൽ, അവരുടെ വോട്ട് നില കുറഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, ഈ ക്രോസ് വോട്ടിംഗ് ചെയ്ത് BJP എങ്ങാനും വിജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുത്തു എന്ന് BJP ആരോപിക്കും. അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ UDFും ആരോപിക്കും. അങ്ങനെയൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവർ വളരെ തന്ത്രപൂർവ്വമായിരുന്നു. അവർ കൃത്യമായ പഞ്ചായത്തുകളിലെ കണക്കെടുത്തു, നഗരസഭയിലെയും കണക്കെടുത്തു, എത്ര വോട്ടുകൾ വേണം BJPയെ തോൽപ്പിക്കാൻ എന്നവർ കണക്കെടുത്തു. അങ്ങനെ അവർ നഗരസഭയിൽ മാത്രം കൃത്യമായ ക്രോസ് വോട്ടിംഗ് നടത്തി, ബാക്കിയുള്ളിടത്ത് അവർ വോട്ട് പിടിക്കുകയും ചെയ്തു. അതാണ് ഒരു ന്യായമായ രീതിയിൽ ഒരു 37,000 വോട്ട് എന്നതിലേക്ക് LDF വന്നത്. ഒരു 40,000-ത്തിനടുത്ത് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് 37,000-ത്തിലേക്ക് വന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ LDFുമായിട്ട് 2,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ താനും. BJPക്ക് 2,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായത്. ഒരു 35,000-തോളം വോട്ടുകൾ, 35,000-ത്തിലധികം വോട്ടുകൾ അവർക്ക് നഗരസഭയിൽ നിന്ന് സമാഹരിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ നഗരസഭയിൽ BJP ഭരണത്തിലിരിക്കുന്ന നഗരസഭയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലീഡ് നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട്. എല്ലാവരും ഇത് കാണുന്നില്ല. അവർ ഈ വാർത്താമാധ്യമങ്ങളുടെ ഹൈപ്പിനനുസരിച്ച് നഗരസഭ BJPയുടെ ഉറച്ച കോട്ടയാണ് എന്ന് കരുതി BJP നഗരസഭയിൽ ഒരിക്കലും തോറ്റിട്ടില്ല. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 ടേണായിട്ട് ജയിക്കുന്നുണ്ട്. എന്ന് വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ മേഖലയിൽ പിന്നോക്കം പോയിരുന്നു പാർട്ടി. അപ്പം അതുകൂടി പരിഗണിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തുമ്പോൾ ഇതെല്ലാം പരിഗണിക്കേണ്ടതാണ്. പരിഗണിക്കാതെ വരുമ്പോഴാണ്, ഒരു വലിയ പ്രതീക്ഷ അതിനകത്ത് വരുമ്പോഴാണ് ഈ നേതൃത്വത്തിന് നേരെ അണികൾ തിരിയുന്നതും. അത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. ഈ പറയുന്നത് പോലെ 30 സീറ്റുകൾ കിട്ടിയാൽ കേരളം ഭരിക്കും എന്നൊരു പാർട്ടി പറയണമെങ്കിൽ അത് അവർക്ക് അത്രയധികം ആത്മവിശ്വാസത്തോടു കൂടിയൊന്നും അല്ല പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ അവർ പലതും പറയും. പക്ഷേ പാലക്കാട് വിജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു BJPക്ക് എന്നുള്ളത് ഉറപ്പാണ്. ആ സാധ്യത അവർ പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ കിട്ടിയില്ല. സന്ദീപ് വാര്യരെ പോലെയുള്ളവർ നിർണായക ഘട്ടത്തിലാണ് അപ്പുറത്ത് പോയത്. പക്ഷേ അതൊക്കെ ഒരു ഓപ്പോസിറ്റ് സൈഡിൻ്റെ ബൂസ്റ്റ് അല്ലെങ്കിൽ മൊറൈലിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇതെല്ലാം കൊണ്ട് തന്നെ എല്ലാത്തിനും അപ്പുറം മുസ്ലിം വോട്ടിൻ്റെ കേന്ദ്രീകരണം അത് ഉണ്ടായേ തീരൂ. അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു. നമ്മൾ കാണണം, ഈ പറയുന്ന പോലെ ഈ പെട്ടിയുമായിട്ട് ഇന്ന് തെരുവിൽ ഡാൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം നമ്മൾ കാണണം. പലരും അത് ചർച്ച ചെയ്യാത്തതാണ്. അത് പലരും പേടിച്ചിട്ടായിരിക്കാം അത് ചർച്ച ചെയ്യാത്തത്. കാരണം കള്ളപ്പണം വന്നിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന
ഹോട്ടലിലേക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. പോലീസിന് വിവരം ലഭിച്ച് പോലീസ് അവിടെ എത്തുമ്പോഴത്തേക്കും ആ കള്ളപ്പണം അവിടെ ഇല്ല. പോലീസിന് പരിശോധനയിൽ കള്ളപ്പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരാൾ അവിടെ നിന്നും വേറൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അദ്ദേഹം കാറിൽ വേറൊരു ഭാഗത്തേക്ക് പോയിട്ട് അദ്ദേഹം എവിടെയാണ് പോയതെന്ന് വെച്ചാൽ കാന്തപുരത്തെ കാണാനാണ് പോയിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം കൺസോൾട്ടേഷൻ, കള്ളപ്പണ ആരോപണം, ഇദ്ദേഹത്തിൻ്റെ യാത്ര, ഇതെല്ലാം എല്ലാം കണക്റ്റഡ് ആണ്. തെളിവ് കിട്ടാത്തിടത്തോളം നമുക്ക് ആ കാര്യത്തിലൊന്നും മിണ്ടാനും കഴിയില്ല. പാലക്കാട് എങ്ങനെയാണ് UDF വിജയം എന്നുള്ളതിൻ്റെ ഒരു ഒറ്റവാക്ക് ഉത്തരമാണ് ഇപ്പോൾ കുമാർജി പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവർക്ക് വലിയ രീതിയിലായിട്ടുണ്ട്. എന്തായാലും ജനങ്ങളുടെ ഒരു വിധിയെഴുത്താണ്. ഈ ഫലത്തെ മാനിച്ചേ പറ്റൂ. കാര്യം ജനവികാരമാണ്, അല്ലെ? നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ഒരു വോട്ടറുടെ മനസ്സ്, ആ നിമിഷം തോന്നിക്കുന്ന ഒരു തോന്നൽ, അതാണ് വോട്ടായി ബാലറ്റിൽ അല്ലെങ്കിൽ EVM-ൽ തെളിയുന്നത്. ആ ഒരു ഫലമാണ് ഒടുവിൽ പുറത്തു വരുന്നത്. ജനവിധിയെ മാനിക്കുന്നു, തീർച്ചയായും മാനിച്ചേ. പക്ഷേ ഈ പറയുമ്പോൾ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പക്ഷേ അതല്ല, ഈ പറയും പോലെ BJP ജയിച്ചിരുന്നുവെങ്കിൽ പാലക്കാട്ടെ മതേതരത്വം, കേരളത്തിന്റെ മതേതരത്വം ഒക്കെ ഒഴുകിപ്പോകുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ മതേതരത്വം സേഫായി എന്നും വിചാരിക്കേണ്ട. കാരണം ഏത് ഭാഗത്തു നിന്നായാലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രീകരണം ഉണ്ടാവുകയും അത് തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് തന്നെ ബുദ്ധിമുട്ടായി വരും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകളെ വച്ച് കൈവെള്ളയിൽ വെച്ച് അമ്മാലമാടിയ ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ. ഇന്ന് ഓരോ വെള്ളിയാഴ്ചയും അവിടെ സ്ഫോടനങ്ങൾ നടന്ന് അവരുടെ ജനത തന്നെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഭീകരവാദത്തെയും അതുപോലെ തന്നെ നെഗറ്റീവ് പൊളിറ്റിക്സിനെയും കയ്യിൽ വെച്ച് അമ്മാനമാടുന്നത് എത്ര കാലം അവർക്ക് കഴിയും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അടുത്ത കുറച്ച് ദിവസം കേരളം ചർച്ച ചെയ്യുന്നത് ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ ഒരു ഫലം വച്ചിട്ട് തന്നെയായിരിക്കും. രാഷ്ട്രീയ കേരളത്തിലെ ചൂടേറിയ ചർച്ചകൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫലപ്രഖ്യാപനം തുറന്നിടുന്നുണ്ട്. ഇപ്പോൾ പാലക്കാടിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും ചേലക്കരയിലും ഭരണവിരുദ്ധ വികാരം ഒന്നും ഏറ്റില്ല. അവിടെയും LDF-ന് കൃത്യമായ ലീഡ് നിലനിർത്താനായി, കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടാക്കാനായി. വയനാട് പ്രതീക്ഷിച്ച ഒരു ഫലം തന്നെയാണ്. പ്രിയങ്ക വയനാട്ടിൽ നിന്നും ജയിച്ചു വന്നിരിക്കുന്നു. എന്തായാലും അവിടെയും വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വരൂപിച്ച വോട്ടിൽ നിന്ന് വലിയ കുറവൊന്നും ഈ ഒരു കോർപ്പറേഷൻ വാർഡ് കൗൺസിലറായ നവ്യ ഹരിദാസ് മത്സരിച്ചിട്ടും കുറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ വയനാടിൻ്റെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അവിടെ എപ്പോഴും പറയുന്നുണ്ട്, ഈ നമ്മൾ വയനാട്ടിൽ പോയി കഴിഞ്ഞാൽ ധാരാളം ആംബുലൻസുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് കോഴിക്കോട്ടേക്ക് പോകുന്നത് കാണാം എന്ന്. കാരണം അത്യാസന്ന നിലയിലായ രോഗികളെയും എടുത്തുകൊണ്ട് അവിടുത്തെ ജനത അടുത്ത ജില്ലയിലേക്ക് ഓടുകയാണ്. കാരണം അവരുടെ ജില്ലയിൽ ഒരു 3 ടയർ ആശുപത്രി ഇല്ല. ആ ആശുപത്രി ഇല്ല. പതിറ്റാണ്ടുകളോളം അവിടെ ഭരിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോഴും മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോൾ ചികിത്സ ലഭിക്കാനായി ഒരു ആശുപത്രി പോലും ഇതുവരെ തരാത്ത ജനപ്രതിനിധിക്കാണ് നമ്മൾ 5 ലക്ഷവും 6 ലക്ഷവും ഭൂരിപക്ഷം കൊടുത്ത് വിജയിപ്പിക്കുന്നത് എന്നത് നമ്മൾ ചിന്തിക്കണം. ഈ മതരാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു വലിയ ഘടകമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാലം എത്ര കഴിഞ്ഞാലും, ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞാലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കെങ്കിലും ഈ രാഷ്ട്രീയത്തിൽ മതത്തിന്റെ സ്വാധീനം, അതൊരു ഈ പൊളിറ്റിക്സ് പഠിക്കുന്നവർക്ക് അറിയാം, ഇതൊക്കെ ഒരു വലിയ പഠന വിഷയം കൂടിയാണ്. അപ്പോൾ അത് കൃത്യമാണ് കേരളത്തിൽ. അതെങ്ങനെയാണ് ഓരോ ഇലക്ഷന് വർക്കൗട്ട് ആകുന്നതെന്നും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലം തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ വയനാടും പാലക്കാടും ഒക്കെ പ്രതിഫലിച്ചു നിൽക്കുന്നത്. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.